ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരി ക്ഷേത്രത്തിലും നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിലുമെല്ലാം പൊങ്കാലയിടാനെത്തിയവരുടെ തിരക്കാണ്. രാവിലെ മുതൽ തുടങ്ങിയ ക്ഷേത്ര ദർശനം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തുടരുന്നു. ഭക്തജനസാഗരമായി ആറ്റുകാൽ ക്ഷേത്ര പരിസരം. ശാലിനി ക്ഷേത്ര പരിസരത്ത് നിന്നും ചേരുകയാണ്. ശാലിനി, എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം? ഗൗതമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭക്തിമുഖരിതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ആറ്റുകാലിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നാളെ രാവിലെ 9:15 കൂടിയാണ് ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ ശേഷമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി അഗ്നി പകർന്ന് നൽകുന്നത്. അടുപ്പുവെട്ട് ചടങ്ങുകളടക്കം നടക്കാൻ പോകുന്നതും ആ സമയത്തേക്കാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ക്ഷേത്രത്തിൽ കടക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് കുത്തിയോട്ട ബാലന്മാരാണ്. നാളെ ക്ഷേത്രത്തിൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് രാത്രി 9:30 കൂടി നടക്കും. ആ പുറത്തെഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്ന ബാലന്മാരായിട്ടുള്ള കുത്തിയോട്ട ബാലന്മാരാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വ്രതമനുഷ്ഠിച്ച് കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അവരുടെ മറ്റ് വ്രതത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരെ കുളിപ്പിക്കാനായി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറക്കിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൽ ഇപ്പോഴും ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് തുടരുകയാണ്. രാവിലെ ക്ഷേത്ര നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ തിരക്ക് ഈ നട്ടുച്ച വെയിലത്തും ഈ 11:15 സമയത്തും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോഴും നടപ്പന്തലിൽ തിരക്കുണ്ട്. പക്ഷേ രാവിലെ ഉണ്ടായിരുന്ന തിരക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു തിരക്കുണ്ടായിട്ടുണ്ട്. അത് ഈ ചൂടിൻ്റെ ആയിരിക്കുമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നാളെ ചന്ദ്രഗ്രഹണ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 2:15 കൂടി പൊങ്കാല നിവേദ്യ ചടങ്ങുകൾ പൂർത്തിയാക്കി 2:30 കൂടി ക്ഷേത്ര നട അടയ്ക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് രാത്രി 7:15 മാത്രമേ ക്ഷേത്രത്തിലേക്ക് ദർശനം അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇന്ന് തന്നെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദൂരദേശങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നുമൊക്കെ ആളുകൾ വാഹനത്തിൽ, പ്രത്യേക വാഹനത്തിൽ, ഒപ്പം തന്നെ ട്രെയിനിൽ, ബസ്സിലും ഒക്കെയായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുറ്റമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ പരിസരം മുഴുവൻ പൂർണ്ണമായും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരുടെ കൈകളിലാൽ അമരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ അടുപ്പുകൾ നിരന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ ചൂടാണ്. ആ ചൂടിനെ ഒന്നും വകവയ്ക്കാതെ ഇവിടെയൊക്കെ എത്തി പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കത്തിലും തയ്യാറെടുപ്പിലും ഒക്കെയാണ് ഓരോ അമ്മമാരും ഉള്ളത്. അതിനു മുൻപ് ക്ഷേത്രത്തിലെത്തി ദർശനം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനോട് തന്നെ അത്തരത്തിലുള്ളൊരു തിരക്കാണ് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് പലതും ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ഇറങ്ങിയ ആളുകളാണ്. ഒപ്പം തന്നെ ക്ഷേത്രത്തിന് ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത്, അതായത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് ഒരുക്കിയിട്ടുള്ള പൊങ്കാല അടുപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അടുപ്പുകളൊക്കെ തയ്യാറാക്കി അവരുടെ സാധനങ്ങളൊക്കെ സുരക്ഷിതമായി വച്ചതിന് ശേഷം ക്ഷേത്ര ദർശനത്തിനെത്തിയ ആളുകളെയാണ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കോരിച്ചൊരിയുന്ന വെയിലാണ്, അത്രയധികം ചൂടാണ്, കുംഭമാസത്തെ ചൂടാണ്. ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയാണ്. ദൂരദേശങ്ങളിൽ നിന്നാണ് കൂടുതലും ആളുകൾ ഈ സമയം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സന്നദ്ധ സംഘടനകളൊക്കെ കുടിവെള്ള വിതരണവും ഭക്ഷണ വിതരണവും ഒക്കെയുണ്ട്. അതൊക്കെ വാങ്ങിക്കഴിച്ച് ഇവരിവിടെ തന്നെ വിശ്രമിക്കും. നാളെ രാവിലെ 9:15 കൂടി ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാനുള്ള സമയമാകും. ആ സമയം പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് നിവേദ്യ ചടങ്ങുകൾ. ഏകദേശം 350 പൂജാരിമാരെയാണ് നിവേദ്യ ചടങ്ങുകൾക്കായി ക്ഷേത്ര ട്രസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ക്രമീകരിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധ ജലം കുടിക്കാനായി ഒരു ഭാഗത്ത് സന്നദ്ധ സംഘടനകളും ക്ഷേത്ര ട്രസ്റ്റുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫയർഫോഴ്സിൻ്റെയും കേരള പോലീസിൻ്റെയും ഒക്കെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടപ്പന്തലിലും പ്രത്യേകമായി ഒരുക്കിയിരിക്കുകയാണ്. എന്നാലും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇനി കാത്തിരിക്കുകയാണ് അനന്തപുരി യാഗശാലയാകാൻ. ഗൗതം.